നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ചെറുപ്പക്കാർ മുതൽ അല്പം പ്രായമുള്ള ആളുകൾ വരെ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് പ്രിമച്വർ ഇജാഗുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം. പ്രത്യേകിച്ച് അല്പം പ്രായമൊക്കെ ഉള്ള ആളുകളിൽ ഈ ശീഘ്രസ്ഖലനത്തോടൊപ്പം നാഡി തളർച്ചയും കണ്ടുവരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഔഷധമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഈ മെഡിസിൻ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെയൊക്കെ തൊടുവിൽ ലഭ്യമായിട്ടുള്ള കുറുന്തോട്ടി, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെഡിസിനാണ് കുറുന്തോട്ടി. ഈ കുറുന്തോട്ടിയുടെ വേര് പൊടിക്കുക. ഇനി അത് ഉണങ്ങി പൊടിക്കാനൊക്കെ ഉള്ള പ്രയാസമുള്ള ആളുകൾക്കാണെങ്കിൽ ഈ കുറുന്തോട്ടി ചൂർണം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ കുറുന്തോട്ടി ചൂർണം 1 ടീസ്പൂൺ, 1 ഗ്ലാസ് പാലില് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് അത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കുക. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 41 ദിവസം കൃത്യമായിട്ട് ഈ ചൂർണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശീഘ്രസ്ഖലനം, നാഡി തളർച്ച, ഇത്തരം പ്രയാസങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു മെഡിസിനാണ്. ഇനി ഇത്തരം പ്രശ്നങ്ങൾക്ക് പുറമെ കുറുന്തോട്ടി ചൂർണം ഉപയോഗിക്കുന്നത് മറ്റു നിരവധി ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് വാതരോഗങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് കുറുന്തോട്ടി ചൂർണം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്ത്, ഈ മഴയുള്ള സമയത്ത് വാതരോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് വാതസംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ജോയിൻസിലൊക്കെ വേദന ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ കുറുന്തോട്ടി ചൂർണം വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല നിറം ലഭിക്കാൻ വേണ്ടി, തിളക്കം കിട്ടാൻ വേണ്ടിയും ഈ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മുടി കൊഴിച്ചില്, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീര്, നീർക്കെട്ട് മുതലായ അസുഖങ്ങൾക്കും ഈ ചൂർണം ഉപയോഗിക്കുന്നതിൽ വളരെ എഫക്റ്റീവായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൗണ്ട് കുറവുള്ള പുരുഷന്മാർക്ക് ഈ കുറുന്തോട്ടി ചൂർണം ഉപയോഗിക്കാവുന്നതാണ്, വളരെ ഗുണകരമാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും ഈ ചൂർണത്തെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കാം.